നമസ്കാരം. മന്ത്രജപങ്ങളെക്കുറിച്ച് നാമജപങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പലപ്പോഴായിട്ട് രാശിഫലങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴും ഒക്കെ പലപ്പോഴായിട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒന്നാണ് മൂലമന്ത്രം ജപിക്കുന്നതിനെപ്പറ്റി. അപ്പോൾ റീസെൻ്റ്ലി ഉള്ള വീഡിയോയിലും മൂലമന്ത്രത്തെപ്പറ്റി ഒരാൾ ചോദിച്ചിരുന്നു. മൂലമന്ത്രമൊക്കെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഗുരു നമുക്ക് തരുന്ന മന്ത്രമാണത്. ഗുരു പറഞ്ഞിട്ടാണ് നമ്മളത് ചൊല്ലുന്നത്. ഗുരു പൂർണ്ണ മനസ്സോടുകൂടി നമ്മുടെ ഒരു ആധ്യാത്മിക യാത്രയിൽ, മുക്തിയിലേക്കുള്ള യാത്രയിൽ, നമ്മുടെ ആ ഒരു സ്പിരിച്വൽ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് തരുന്ന മന്ത്രങ്ങളാണ് മൂലമന്ത്രങ്ങൾ. അപ്പോൾ പൊതുവേ നമ്മൾ ചില മന്ത്രങ്ങളൊന്നും അങ്ങനെ ജപിക്കുന്നത് അത്ര ഉചിതവുമല്ല കുടുംബജീവിതത്തിൽ കഴിയുമ്പോൾ. അതും ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് ചിട്ടകളില്ല, സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല, നമ്മൾ ട്രഡീഷണലി അല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ചിലർ ട്രഡീഷണലി കുറേ കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടാകും, പക്ഷെ അവരുടെ മനസ്സ് സ്ഥിരതയില്ലാത്തതായിരിക്കാം. മനസ്സിൽ പല ചിന്തകളും വരുന്നുണ്ടാകും. അതായത് ഗുരുമന്ത്രമൊക്കെ ലഭിക്കുന്നത് തന്നെ ശിഷ്യൻ സജ്ജനായി, അല്ലെങ്കിൽ ഈ ഒരു വിദ്യാർത്ഥിയെ ഇനി എനിക്ക് നയിക്കാം, ഗുരുവും ശിഷ്യനും ഒന്നായി തീരുന്ന ഒരു സമയം. സാധാരണ നമുക്കറിയാം, ഗുരുവിനോട് ശിഷ്യൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഗുരു അതിനുള്ള മറുപടി പറയുന്നു. ശിവപാർവതി സംവാദങ്ങളിൽ പാർവതി ദേവി ശിഷ്യയുടെ സ്ഥാനത്തിരുന്നിട്ടാണ്, മഹാദേവനാണ് അവിടെ ഗുരു, മഹാദേവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, മഹാദേവൻ ഉത്തരം പറയുന്നു. പല കഥകളും നമ്മുടെ അധ്യാത്മ രാമായണം ഉൾപ്പെടെ പല കഥകളും അങ്ങനെയാണ് നമ്മൾ അറിയുന്നതും. അപ്പോൾ പാർവതി ദേവി ശിഷ്യയായിട്ട് ഇരുന്നിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ശിവപാർവതി എന്ന് പറഞ്ഞാൽ ഒന്നാണ്. അപ്പോൾ ആ ഒരു മൂലമന്ത്രത്തിൻ്റെ സങ്കല്പം അത് തന്നെയാണ്. ഗുരു ശിഷ്യർ എന്ന ഒരു വ്യത്യാസമില്ലാതെ അവരൊന്നാവുന്ന ഒരു സങ്കല്പമാണ്. അപ്പോൾ അതൊക്കെ കുറേ ഹയർ ലെവലിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് എല്ലാവരും അങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നവരാണ് താനും. പക്ഷേ ആരിൽ നിന്നാണ് ലഭിക്കുന്നത്? ആരാണ് അവർക്ക് ആ മന്ത്രങ്ങൾ പകർന്നു കൊടുക്കുന്നത്? എന്തൊക്കെ അതിന് സൈഡ് ഇഫക്ട്സ് ഉണ്ട്? അത് ചൊല്ലുമ്പോൾ ഉള്ള ആ ഒരു എനർജിയെ, അതായത് നമ്മുടെ ചുറ്റും നമുക്ക് ചാലഞ്ചിങ് ആയിട്ടുള്ള ചില എനർജി ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക, നമുക്കത് മനസ്സിലാവില്ല. നമ്മുടെ റിലേഷൻഷിപ്പ് ആയാലും, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ വാസ്തു ആയാലും, ജോലി സ്ഥലത്തുള്ള കാര്യങ്ങളായാലും, പല കാര്യങ്ങളും ഡിസ്റ്റർബ്ഡ് ആവുന്നതാണ്. പക്ഷെ നമ്മുടെ കണ്ണിൽ പെടുക, ശരീരം തന്നെ ഒരു യന്ത്രമാണ്. ആ യന്ത്രത്തിൽ ചില തകരാറുകൾ വരിക, ചില അസുഖങ്ങൾ വരിക. അതുകൊണ്ട് തന്നെ നമ്മളെ വളരെ സാധാരണ മനുഷ്യരായിട്ട്, അതായത് ഈശ്വരൻ്റെ കാൽ കീഴിൽ, ഏത് ആരാധ്യ ദൈവമാണോ നിങ്ങളുടേത്, ആ ദൈവത്തിൻ്റെ കാൽ കീഴിലിരുന്നിട്ട് അവരുടെ നാമങ്ങൾ ചൊല്ലുക എന്നതാണ് ഏറ്റവും നല്ലത്, മന്ത്രങ്ങളിലേക്ക് കടക്കാതെ. മന്ത്രങ്ങളും സാധനകളും ചെയ്യുന്ന ആൾക്കാർ വേറെയുണ്ട്. അവർ അതിൻ്റേതായിട്ടുള്ള ചിട്ടകൾ പാലിക്കുന്നുമുണ്ട്, അവർക്ക് ഗുരുവുമുണ്ട്, അവർ ഗുരുവുമായിട്ട് നിരന്തരം ആശയവിനിമയം നടത്തുന്നുമുണ്ട്. നേരിട്ട് കാണണമെന്നില്ല. ഗുരുവും ശിഷ്യനും ഒന്നായി കഴിഞ്ഞാൽ അവർ നേരിട്ട് കാണണമെന്നില്ല. എല്ലാം ആശയവിനിമയം അല്ലാതെയും നടക്കും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വാട്സപ്പ് സംഭാഷണങ്ങളോ ഫോൺ കോളുകളോ അല്ല, അതല്ലാതെയും സംഭാഷണത്തിനുള്ള രീതികളുണ്ട്. ഇതൊക്കെ യോഗിക് പ്രാക്ടീസൊക്കെ ചെയ്യുന്നവർക്കറിയാവുന്നതാണ്. അതല്ലാതെ ജാതകത്തിൽ നല്ലൊരു കേതു ഉണ്ടെങ്കിൽ, 5-ാം ഭാവം, 8ാം ഭാവം, 12ാം ഭാവം ഒക്കെ വളരെ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കമ്മ്യൂണിക്കേഷനെ പറ്റി പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ്, അവർക്കറിയുകയും ചെയ്യാം. നമുക്ക് എഴുത്തിലൂടെയും സംസാരത്തിലൂടെയും അല്ലാതെയും സംസാര രീതികളുണ്ട് എന്നത്. ഈ ചാനലിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നതുകൊണ്ടുള്ള അതിൻ്റെ ഒരു ഉത്തരമാണ്. അത്തരം മന്ത്രങ്ങൾ പറഞ്ഞു തരാനുള്ള ആധികാരികമായിട്ടുള്ള യോഗ്യതയോ ഗുണമോ അല്ലെങ്കിൽ ഞാൻ ആരുടെയും ഗുരുവോ ഒന്നുമല്ല. എനിക്ക് ഒരാളുടെയും ഗുരുവാകാനും പറ്റില്ല. എനിക്കത്തരം മന്ത്രങ്ങൾ പകർന്നു തരാനുള്ള യോഗ്യതയും ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ന മന്ത്രം ജപിക്കണമെന്നൊന്നും ഞാൻ പറയുകയില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. പിന്നെ എളുപ്പമുള്ള കാര്യം, ഈ മന്ത്രങ്ങൾ കൊണ്ട്, അഥവാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വിവാഹ ജീവിതത്തിലെ സുഖമാണോ, ജോലിയിലെ കാര്യങ്ങളാണോ, പുരോഗതി, കുട്ടികളുടെ കാര്യങ്ങളാണോ, അതായത് ജീവിതത്തിലെ സുഖമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എങ്കിലും നിങ്ങൾക്ക് സാധാരണ നാമങ്ങൾ ജപിക്കാവുന്നതാണ്. ഏറ്റവും, അതായത് പലരും അറിയുന്നില്ല ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ, രാമനാമത്തിൻ്റെ, കൃഷ്ണനാമങ്ങളുടെ മഹത്വം അറിയുന്നില്ല. ആ നാമങ്ങൾ തന്നെ ഒരു 3 വർഷമൊക്കെ നിരന്തരം ജപിക്കൂ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ചൊല്ലാവുന്നതാണ്. കാരണം മനസ്സമാധാനം വന്നു ചേരും. പക്ഷെ ഇവിടെ നമ്മളിത് ചൊല്ലുമ്പോൾ മോക്ഷം, മുക്തി, ഭഗവാനെ പ്രാപിക്കണം, ഈ ലോകത്തിലെല്ലാം വിട്ട് ഭഗവാന്റെ ലോകത്തേക്ക് എത്തണം എന്നുള്ള വിചാരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളൊക്കെ പതുക്കെ പതുക്കെ നമ്മുടെ അടുത്തുനിന്ന് അകന്നു പോകുന്നതായിട്ട് കാണാം.
കാരണം എല്ലാ ബന്ധങ്ങളും, അതായത് ആ ബന്ധനങ്ങളിൽ ഉൾപ്പെട്ടിട്ട് നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത്തരം ആഗ്രഹങ്ങളില്ലാതെ നിങ്ങൾ മനസ്സമാധാനവും ജീവിതത്തിലെ സുഖവും ഒക്കെ ആഗ്രഹിച്ചിട്ടാണ് ഈ നാമം ചൊല്ലുന്നതെങ്കിൽ അതിൻ്റെ ഫലവും തരാൻ ഭഗവാന് കഴിയും എന്നാണ് പറയുന്നത്. വൈഷ്ണവരാണെങ്കിൽ, രാമഭക്തരാണെങ്കിൽ, ഹനുമാൻ ഭക്തരാണെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് തുളസി മാലയിൽ ജപിക്കാവുന്നതാണ്. തുളസി മാലയിൽ ജപിക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള നിഷ്ഠകളും ഉണ്ട്. നിങ്ങൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ തുളസി മാലയിൽ ജപിക്കരുത് എന്ന്. നിങ്ങൾ ജപിക്കുന്ന മാല പുറമേ കാണിക്കുന്നതും നല്ലതല്ല. അതൊരു സഞ്ചിക്കകത്തോ മറ്റോ സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ്. മാത്രമല്ല പബ്ലിക് പ്ലേസസിൽ ഇരുന്നിട്ടും നിങ്ങൾ വളരെ രഹസ്യമായിട്ട് ജപിക്കുക. മാല തന്നെ ജപിക്കണം എന്നുണ്ടെങ്കിൽ. അതല്ലാതെയും മാല ഇല്ലാതെയും നമുക്ക് ജപിക്കാം. വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും മാല ഇല്ലാതെയും ജപിക്കാം. നാമങ്ങൾ ജപിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം കുട്ടികളോടൊക്കെ പറയുന്നത് എന്താണ്? ഉറക്കെ ജപിക്കൂ, ഉറക്കെ ജപിക്കൂ. നാം ഉച്ചത്തിൽ അങ്ങോട്ട് ചൊല്ലണമെന്ന് സന്ധ്യാസമയത്ത് കുട്ടികളോട് പറയാറില്ലേ? അപ്പോൾ അത് പറയുന്നത് അതൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഇതുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത് ഉറക്കെ ചൊല്ലരുത്. നമ്മളത് മനസ്സിലായിരിക്കണം. നമ്മുടെ ചുണ്ട് വരെ അനങ്ങരുത്. അതിൻ്റെ ഉള്ളിൽ അതിങ്ങനെ ജപിക്കുന്നുണ്ടാവണം. അതാണ് ഏറ്റവും ഫലം തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജോലി ആവശ്യത്തിനോ കുടുംബസുഖത്തിനോ കുട്ടികളുടെ ഒരു കാര്യങ്ങൾക്കോ, അതായത് സാധാരണ നമ്മൾ വീട്ടമ്മമാരാണെങ്കിലും മറ്റു പുരുഷന്മാരാണെങ്കിലും സാധാരണക്കാരായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കണം. ജീവിതത്തിൽ ഈ പ്രാരാബ്ധം, മുൻജന്മങ്ങളിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അത് പുറത്തു തരണം. ഈ ജീവിതം മുഴുമിപ്പിക്കാൻ അനുവദിക്കണം. സമാധാനം തരണം, രോഗമുക്തി തരണം, രക്ഷിക്കണം, കൈപിടിച്ച് നടത്തണേ. ഇങ്ങനെയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, അങ്ങനെ അത് ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ജപിക്കാൻ ഭക്തി ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് മൗനമായിട്ട് ജപിക്കണം. ഇത് നിങ്ങൾക്ക് മറ്റൊരാൾ നമ്മളോട് സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇതുണ്ടാവണം. ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് കഴിയുന്നതും പോവാതെ നോക്കണം. ഇപ്പോഴൊക്കെ വെറുതെ ചില ആൾക്കാർ സംസാരിക്കാൻ വരാറില്ലേ? നമുക്ക് ഇഷ്ടമില്ലാത്ത ടോപ്പിക്കായിരിക്കാം, എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് അവരെ ഒട്ടും ഒഴിവാക്കാനും പറ്റില്ല. അപ്പോഴൊക്കെ അവരുടെ മുഖത്ത് നോക്കുക. നമ്മുടെ ഉള്ളിൽ ചുണ്ടുകൾ അടച്ചു പിടിച്ചിട്ട് ശരിക്കും നമ്മുടെ ആ ഒരു നാവും നാക്കും ഒക്കെ ചലിക്കുന്നുണ്ടാകും. അതങ്ങനെ നടക്കണം. തീർച്ചയായിട്ടും അതിന് വലിയ ഗുണമാണ്. ഇത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ, ഗണപതി ഭഗവാന്റെ ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഓം ഗം ഗണപതിയെ നമ്മ ചൊല്ലാം, സുബ്രഹ്മണ്യ സ്വാമിയുടേത് ചൊല്ലാം, ഹനുമാൻജിയുടേത് ചൊല്ലാം. എന്താണോ നിങ്ങൾക്കിഷ്ടം, ആരെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്, ചിലപ്പോൾ വെറുതെ ജയ് ശ്രീറാം, ജയ് ഹനുമാൻ എന്ന് പറയുന്നതായിരിക്കാം, ദേവീ ശരണം, ദേവീ ശരണം എന്ന് പറയുന്നതായിരിക്കാം. നിങ്ങൾക്ക് എളുപ്പമുള്ളതാണതൊക്കെ. വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് അതിൽ ഫോക്കസ് ചെയ്യാൻ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്തിനാണ് മൂലമന്ത്രം വേണമെന്ന് വിചാരിച്ചിരിക്കുന്നത്? ആ ലെവൽ നമുക്കുണ്ടോ? ഓരോരുത്തർക്കും അവനവൻ്റെ ആ ഭക്തിമാർഗത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള ആഗ്രഹമാണ് അവരെ കൊണ്ട് ഇത് ചോദിപ്പിക്കുന്നത്. പക്ഷേ എന്നെപ്പോലുള്ള ഒരാൾക്ക് അതിൻ്റെ യോഗ്യതയില്ല. മാത്രമല്ല നിങ്ങളുടെ ഗുരുവാണ് നിശ്ചയിക്കേണ്ടത് നിങ്ങൾക്കതിനുള്ള യോഗ്യത ഉണ്ടോ എന്നത്. അതുകൊണ്ട് ഇത്തരം സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനേ എനിക്ക് കഴിയുള്ളൂ. മറ്റൊന്ന്, ഭക്തി ഒരിക്കലും പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ചന്ദനക്കുറിയും കുങ്കുമവും ഒക്കെ അണിഞ്ഞ് നടക്കാൻ നമുക്ക് സ്ഥിരമായിട്ട് ക്ഷേത്രങ്ങളിൽ പോകാം, അതുപോലെ സത്സംഗത്തിൽ പങ്കെടുക്കാം, എല്ലാം ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് അങ്ങനെ നമ്മളൊരു ഭക്തനാണ് എന്ന് എപ്പോഴും പറയുകയോ പ്രകടിപ്പിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മുടെ ആരാധ്യ ദൈവത്തെ പറ്റി മറ്റുള്ളവരോട് പറഞ്ഞിരിക്കേണ്ട ആവശ്യവുമില്ല. കഴിയുന്നതും നമ്മുടെ ആരാധ്യ ദൈവത്തെ കളിയാക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ആ ടോപ്പിക്ക് വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവിടെ നമ്മൾ ആർഗ്യുമെൻറ്റ് ചെയ്തിട്ടോ നമ്മുടെ ഭാഗം തെളിയിക്കാൻ ശ്രമിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അത് ആ ദേവതയും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് കുറേയൊക്കെ ഗുപ്തമാക്കി വയ്ക്കുന്നതാണ് നല്ലത്. നമ്മൾ ചൊല്ലുന്ന മന്ത്രങ്ങൾ, നാമങ്ങളായാലും അത് ഗുപ്തമാക്കി വയ്ക്കുന്നതാണ് നല്ലത്. കഴിയുന്നതും മറ്റുള്ളവരോട് പറയാതിരിക്കുക. അതുപോലെ ചില കാര്യങ്ങൾ നേടാനായിട്ട് ചില മന്ത്രങ്ങളും ഉപാസനകളും ഒക്കെ ആചാര്യന്മാർ പറഞ്ഞു തരാറുണ്ട്. അത് അവർ പറഞ്ഞു തരുന്ന അത്രയും ദിവസങ്ങൾ ചൊല്ലിയിട്ട് പിന്നെ അത് നിർത്തുന്നതാണ് നല്ലത്. ഒന്ന് ശ്രദ്ധിച്ചാലറിയാം, സ്ഥിരമായിട്ട് ഹനുമാൻ ചാലീസയൊക്കെ വായിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഹനുമാൻജിയും അതുപോലെ മഹാകാളിയും ഒക്കെ കലിയുഗത്തിലെ ജാഗൃതരായിട്ടുള്ള ദൈവങ്ങളാണ്. അവർ ജാഗ്രത അവസ്ഥയിലാണ്. അവരിവിടെ ഇരിക്കുന്നുണ്ട്, ഉണർന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് അവരെ പറ്റിയുള്ള ആരാധനകൾക്ക്, അവരുടെ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ, ഹനുമാൻ ചാലീസയൊക്കെ വായിക്കുമ്പോൾ പെട്ടെന്ന് ഫലം ലഭിക്കുന്നത്. മഹാദേവനെ നമ്മൾ സ്ഥിരമായിട്ട് ആരാധിക്കുമ്പോൾ അദ്ദേഹം അത് അറിയുന്നുണ്ടാകും. പക്ഷേ ഒരുപാട് ജന്മങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അതിൻ്റേതായിട്ടുള്ളൊരു ഫലം ലഭിക്കുന്നതും ദർശനം ലഭിക്കുന്നതും. അപ്പോൾ ഈ ജന്മത്തിൽ
അതുപോലെ അനുഭവങ്ങൾ ലഭിച്ചവരും ഒരുപക്ഷെ ഉണ്ടാകും. അതിൻ്റെ ഒരു കാരണം എന്നതും മുൻ ജന്മങ്ങളിലൂടെ, അനേകം ജന്മങ്ങളിലൂടെ ഭഗവാന്റെ സാധന ചെയ്തവരായിരുന്നു അവർ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ കൂടുതലായിട്ട് അവർക്ക് അനുഭവങ്ങൾ വരുന്നത്, മഹാദേവൻ്റെ അനുഭവങ്ങൾ വരുന്നത്. അപ്പം മുൻജന്മ വാസന എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഏത് ദേവതയാണ് കഴിഞ്ഞു പോയ ജന്മങ്ങളിൽ ആരാധിച്ചിരുന്നത്, ആ ദേവതയോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടാകും, അവിടേക്ക് എത്തിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള പ്രത്യേകതകളുമുണ്ട്. അവിടേക്ക് ദശാകാലങ്ങൾക്ക്, ജ്യോതിഷപ്രകാരം ദശാകാലങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ്. പറഞ്ഞു വരുന്നത്, ഹനുമാൻജിയൊക്കെ ആരാധിക്കുമ്പോൾ ഒരു 28 വയസ്സുള്ള, ഒരു 30 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് ഹനുമാൻ ചാലിസ വായിക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ഒരു നിഷ്ഠകളോടെ, ചിട്ടകളോടെ, അതായത് ആചാര്യൻ നിർദ്ദേശിക്കുന്ന സമയത്ത് എണീറ്റ് പെർട്ടിക്കുലർ മുഹൂർത്തമൊക്കെ സെലക്ട് ചെയ്ത് ഭഗവാന് വേണ്ടുന്ന നൈവേദ്യങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നല്ല ബ്രഹ്മചര്യത്തോടു കൂടി ഇരുന്ന് വളരെയധികം ചിട്ടകളോട് കൂടി അത് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ശരിക്കും ഒരു മണ്ഡലകാലം ആയിരിക്കും ഇത് ചെയ്യാൻ പറഞ്ഞത്. മണ്ഡലകാലം എന്ന് പറയുമ്പോൾ ഒരു 40 ദിവസമൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഇത് അവസാനിപ്പിക്കേണ്ട സമയത്തും അദ്ദേഹത്തിന് ഹനുമാൻജിയോടുള്ള ഇഷ്ടം കാരണം അങ്ങനെ തുടരുകയാണ്. ഇപ്പോൾ വയസ്സ് നോക്കുക, 25, 28, 30 ആ ഒരു ഏജിലാണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നത് ആരാധിക്കുന്നത് ആരെയാണ്? ബ്രഹ്മചാരിയെയാണ്. അഷ്ടസിദ്ധികളും നവനിധികളും ഉള്ള ആളെയാണ്. ശ്രീരാമദാസനെയാണ്. പരമമായ ഭക്തിയുടെ ആനന്ദം സദാസമയവും അനുഭവിച്ചറിയുന്ന ഹനുമാൻജിയാണ് ആരാധിക്കുന്നത്. ഭക്തന്മാരുടെ ദാസന്മാരുടെ ദാസനിലും ദാസനാണ് ഞാൻ, ആ ഒരു വിനയത്തോടു കൂടിയിരിക്കുന്ന ഹനുമാൻജിയാണ് ആരാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദേഹത്തെ പറ്റി, വജ്രകായനാണ്, ജ്ഞാനികളിൽ അഗ്രഗണ്യനാണ്, ഹേമശൈലാഭമായ ദേഹമുള്ളവനാണ്, സകല ഗുണനിധാനവുമായിട്ടുള്ള ഹനുമാൻജിയാണ് ആരാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത്, ആ ആരാധ്യ ദേവതയുടെ ഗുണങ്ങൾ നമ്മളിലേക്ക് പതുക്കെ വരാൻ തുടങ്ങും. അപ്പോൾ ഹനുമാൻജിയുടെ പ്രത്യേകത എന്നത് തീർച്ചയായിട്ടും ജാതകത്തിലെ ചൊവ്വയുടെ പൊസിഷനും ഒക്കെ അനുസരിച്ചിട്ടാണ് ഈ ഭക്തി വരുന്നത് തന്നെ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുടുംബാംഗങ്ങളോട്, അതായത് ഹനുമാൻജി ബന്ധനസ്ഥനല്ല, ഹനുമാൻജി ഭക്തിയിലാണ് വിലീനനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പ്രായങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ആരാധനകളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു നിർമ്മല വികാരങ്ങൾ കുറച്ച് കുറയും. അതായത് ചില സമയങ്ങളിൽ നമ്മൾ വൈകാരികമായിട്ടും ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഹനുമാൻജിയൊക്കെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികതയാണ് മുഖ്യം, ഭക്തിയാണ് മുഖ്യം. അപ്പോൾ ആ വൈകാരികത എന്നത് കുറച്ച് കുറഞ്ഞു വരും. കാര്യങ്ങളെല്ലാം നടക്കും, എല്ലാം ചെയ്യും, പക്ഷെ ആ ഒരു കല്ലുപോലെ ആവുക എന്ന ഒരു രീതി വളരെ സ്ട്രോങ് ആവുകയാണ്. ഒരു തരത്തിൽ നല്ലതാണെങ്കിലും കുടുംബജീവിതത്തിലൊക്കെ ചെറുപ്രായത്തിൽ അത് കുറച്ച് ഇഷ്യൂസ് തരും. അത് ഈ വ്യക്തിക്കെല്ലാം പോസിറ്റീവായിരിക്കുമെങ്കിലും വ്യക്തിയെപ്പറ്റി കുടുംബാംഗങ്ങൾ അങ്ങനെ കുറ്റമൊന്നും പറയില്ലായിരിക്കും. എന്നാലും അവനിപ്പോൾ അങ്ങനെയാണ്, അങ്ങനെ ഒരു ഇതിലേക്ക് എത്തും. അങ്ങനെ മോശമൊന്നായിട്ടല്ല, പക്ഷെ അവൻ അത്തരം കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവന് മനസ്സിലാകില്ല, ആ ഒരു രീതിയിലാകും. അതായത് ആ വൈകാരികത കുറിച്ച് കുറയും. എനിക്കത് പറഞ്ഞു തരാൻ കഴിയുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ അതാണ് അതിൻ്റെ ഒരു ചില സമയങ്ങളിൽ നമുക്ക് ആ ഒരു നിർമ്മലമായിട്ടുള്ള വികാരങ്ങൾ വേണം. എന്തിന്? ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു സ്നേഹം, ഒരു പ്രേമ ഭാവന വേണം ഭഗവാനുമായിട്ട് അറ്റാച്ച്ഡ് ആവണമെങ്കിൽ തന്നെ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ ഇത് തന്നെയാണ് മഹാകാളിയുടെ ആരാധകർക്കും സംഭവിക്കുന്നത്. വളരെ തീക്ഷ്ണമായിട്ടുള്ള ആരാധനകൾ അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അതിൻ്റെ നിശ്ചയിക്കപ്പെട്ട ദിവസത്തിനുള്ളിൽ ചില ആരാധനകൾ നമ്മൾ നിർത്തിവെക്കേണ്ടതുണ്ട്. എന്നിട്ട് നാമങ്ങൾ ചൊല്ലുന്നതും മന്ത്രങ്ങൾ ചൊല്ലുന്നതും തെറ്റില്ല, പക്ഷെ സാധനകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ സമയത്ത് നിർത്തിവെക്കേണ്ടതുണ്ട്, നിരന്തരം ചെയ്യരുത്. ഇത് തന്നെയാണ് ഹനുമാൻ ചാലീസയ്ക്ക് റെഗുലർ ചൊല്ലുമ്പോഴും നമ്മളിലേക്ക് ധൈര്യം, ആത്മവിശ്വാസം, നിർഭയത്വം, ആരോഗ്യം എല്ലാം, ബുദ്ധിർ ബലം യശോ ധൈര്യം നിർഭയത്വം അരോഗതാം അജാഠ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. അതായത് ഹനുമാൻജിയുടെ ഭക്തിയിൽ നമ്മൾ അങ്ങനെ വിലീനമാകുമ്പോൾ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കിട്ടും. ബുദ്ധിർ ബലം യശോ ധൈര്യം നിർഭയത്വം അരോഗതാം അജാഠ്യം വാക്പടുത്വം
എല്ലാം നമ്മുടെ വാണിയാണെങ്കിലും പ്രശസ്തിയാണെങ്കിലും ബുദ്ധിയാണെങ്കിലും യശസ്സാണെങ്കിലും ധൈര്യമാണെങ്കിലും എല്ലാം ലഭിക്കും. പക്ഷെ ഇതൊക്കെ സാധാരണ നമ്മൾ ഒരു മുഹൂർത്തമൊക്കെ വച്ച് അങ്ങനെ വളരെ കൃത്യതയോട് കൂടി ഒരു സാധന പോലെ ചെയ്യരുത്. നോർമൽ നാമജപം പോലെ. ആ സന്ധ്യയ്ക്ക് നമ്മളെല്ലാ സനാതനധർമ്മം ഫോളോ ചെയ്യുന്നവരുടെ വീട്ടിലും സന്ധ്യയ്ക്ക് ഒരു നാമജപം ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു ജപം അങ്ങനെ കാണാവൂ. ഇനി ആ സമയത്ത് നമ്മൾ ഓഫീസ് കാര്യമായിട്ട് ബിസി ആണെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ മനസ്സിൽ അങ്ങനെ കുറച്ച് സമയം നമ്മുടെ ഇഷ്ടദേവൻ്റെ നാമങ്ങൾ ജപിക്കുന്നു. അതല്ലാതെ ഞാനിതൊരിക്കലും മുടങ്ങാതെ നോക്കാം, എന്ത് വന്നാലും ഇത് മുടക്കില്ല, ആ ഒരു പ്രതിജ്ഞാ സങ്കല്പം എടുത്തിട്ടൊന്നും ദേവതമാരെ കൂടുതലായിട്ട് ആരാധിക്കരുത്. കാരണം നമ്മൾ കുടുംബജീവിതം നയിക്കുന്നവരാണ്. സന്യാസിമാർക്ക് എല്ലാ ബന്ധനങ്ങളും, ഇവിടെ നിങ്ങൾ എല്ലാ ബന്ധനവും, അതായത് ബന്ധങ്ങൾ ഉപേക്ഷിച്ചവരാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ എനർജി ഇംബാലൻസ് കൊണ്ടുവരുന്നതാണ്, വീട്ടിൽ വന്നു ചേരുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ മൂലമന്ത്രങ്ങളെ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹനുമാൻ ചാലിസ ആയാൽ പോലും അതിനൊരു പ്രത്യേക ടൈമും മുഹൂർത്തമൊന്നും വെച്ച് ചെയ്യാതിരിക്കുക. സാധാരണ ചെയ്യുക. ഹനുമാൻ ചാലിസ വായിക്കുകയാണോ, സാധാരണ നോക്കി വായിക്കുകയാണോ, പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, അങ്ങനെ വായിക്കുക. പക്ഷേ ഇത് ഹനുമാനെ കാണണം, ഹനുമാനെ പ്രാപിക്കണം, ഹനുമാൻ, ഈ ബന്ധങ്ങളൊന്നും എൻ്റെതല്ല, ഹനുമാൻജി മാത്രമേ ഉള്ളൂ എനിക്ക്, മറ്റൊന്നും നിങ്ങളൊന്നും എൻ്റെ ലക്ഷ്യമല്ല, നിങ്ങളല്ല എൻ്റെ ബന്ധം എന്നുള്ള തരത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ വരും. അതങ്ങനെയാണ്. ദൈവങ്ങളുമായി നമ്മൾ കൂടുതൽ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു വശമാണ്. അങ്ങനെ വരാറുണ്ട്. ആൾക്കാരോട് ഈ പറയുന്ന പോലെ ശത്രുക്കളെ ഹനിക്കാനായാലും ആരോഗ്യത്തിനായാലും ആത്മവിശ്വാസമില്ലാത്തവർക്ക് ആത്മവിശ്വാസം വരാനാണെങ്കിലും എല്ലാത്തിനും ഹനുമാൻജിയുടെ മന്ത്രങ്ങൾ, എല്ലാത്തിനും ഹനുമാൻ ചാലിസ വായിക്കാൻ പറയാറുണ്ട്. തീർച്ചയായിട്ടും നിരന്തരം വായിക്കൂ എന്ന് പറയും. അത് ചിട്ടയൊന്നുമല്ല. ചിട്ടയോട് കൂടി ചില കാര്യങ്ങൾ നേടാൻ പറയുമ്പോഴാണ് അവിടെ നമ്മൾ ഒരു പ്രത്യേക സമയത്തിൻ്റേത്, ഒരു ഇത്ര ദിവസത്തേക്ക് ഇന്ന മുഹൂർത്തത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. പലർക്കും മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴും കീർത്തനങ്ങൾ ചൊല്ലുമ്പോഴാണെങ്കിലും അതുപോലെ സ്തോത്രങ്ങളും കവചങ്ങളും ചൊല്ലുന്നവരും ചൊല്ലുക, വായിക്കുക എല്ലാം ഇതിൽ പെടുന്നു. അതിലൊക്കെ അർത്ഥമറിയില്ല, അർത്ഥമറിയാതെ ചൊല്ലാമോ, ചില കുട്ടികൾ ചില സ്വഭാവങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഹനുമാൻ ചാലിസ വായിക്കുക എന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥമറിയാതെ എങ്ങനെയാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണ്, ഇങ്ങനെ അർത്ഥമറിയാതെ എന്നുള്ള ഒരു ചിന്തയുണ്ട്. മന്ത്രങ്ങൾ എന്നത്, മന്ത്രങ്ങളിൽ ആ ദേവതയുണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ഇപ്പോൾ കൃഷ്ണ 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 എന്ന് പറയുകയാണെങ്കിലും രാമ 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 എന്ന് പറയുമ്പോഴും നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ ആ മന്ത്രം എഴുതി കാണണം, ആ പേര്, ആ നാമം എഴുതി കാണണം. നമ്മൾ വിഗ്രഹമാണ് നോക്കുന്നതെന്ന് വിചാരിക്കുക, അപ്പോഴും നമ്മുടെ കണ്ണിന് മുന്നിൽ രാമ 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 എന്ന് എഴുതി നമ്മൾ അതിനെ വായിക്കുന്നത് പോലെ കാണണം. നമ്മുടെ കാതുകളിൽ അത് കേൾക്കുകയും വേണം, നമ്മൾ പറയുകയും വേണം. ഇതിന് വലിയ ഗുണമാണ്. നാമങ്ങളിൽ അവർ വസിക്കുന്നുണ്ട്, നാമങ്ങളിൽ ഈശ്വരൻ വസിക്കുന്നുണ്ട്. രാമനാമത്തിൽ ഭഗവാൻ ശ്രീരാമൻ വസിക്കുന്നുണ്ട്. കൃഷ്ണനാമത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയമുണ്ട്. രാധാനാമത്തിൽ ദേവി അവിടെ സ്വയമുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാവരും. ഗണപതി എന്ന് പറയുമ്പോൾ അവിടെ ഗണപതി ഭഗവാൻ ആ നാമത്തിൽ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണക്കാരാണ്, എല്ലാത്തിൻ്റെയും അർത്ഥം അറിയണം, നമ്മൾ പണ്ഡിതന്മാരാകണം. ആരെങ്കിലും ഇനി ഞാൻ ചൊല്ലുന്ന മന്ത്രത്തിൻ്റെ അർത്ഥം ചോദിച്ചാൽ അതെനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ നാണക്കേടല്ലേ എന്നൊന്നും വിചാരിക്കേണ്ട. നാമങ്ങളിൽ അവരുണ്ട്, അതുപോലെ അതിൻ്റെ ധ്വനി, അതിനൊരു വലിയ മഹത്വമുണ്ട്, അത് പുറപ്പെടുവിക്കുന്ന നാദത്തിന്. അതാണ് ഞാൻ ഭക്തിയെ പറ്റിയുള്ള ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്. നമ്മുടെ ശ്വാസത്തിലൊരു നാദമുണ്ട്. ഭഗവാൻ ശിവൻ സ്വയം ധ്യാനം ചെയ്യുന്നത് ആ സോഹം എന്നുള്ള ഒരു കാര്യത്തെയാണ്. നമ്മൾ മൗനമായിട്ടിരുന്നൊരു ശ്വാസം ദീർഘമായിട്ടെടുക്കുമ്പോൾ ഉള്ളിലൊരു നാദം ഉണ്ടാകുന്നുണ്ട്, അത് സോ എന്നാണ്. എന്നിട്ട് ആ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അതിൽ ഹം എന്നൊരു ധ്വനിയും കേൾക്കാം. എല്ലാം ധ്വനിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഒരു ധ്വനിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറില്ലേ, നല്ലത് പറയണം, നല്ല വാക്കുകൾ പറയണം. സന്ധ്യയ്ക്കൊക്കെ മുത്തശ്ശിമാർ പണ്ട് നമ്മൾ എന്തെങ്കിലും നെഗറ്റീവായ കാര്യം പറയുകയാണെന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ ഭൂതം പ്രേതം എന്നൊക്കെ പറയുകയാണെന്ന് വിചാരിക്കുക, അങ്ങനെ പറയരുത്, അസമയത്ത് അങ്ങനെ പറയരുത്, അസമയത്ത് ഇങ്ങനെ പറയരുത്. അതുപോലെ മറ്റു സമയങ്ങളിലാണെങ്കിലും നല്ല കാര്യങ്ങൾ പറയൂ, ആ വാക്ക് പറയരുത്, ഈ വാക്ക് പറയരുത്. കാരണം ഓരോന്നിലും അതുണ്ട്, അതൊരു ധ്വനിയാണ്.
നാദമാണ്. അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ശബ്ദങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അതായി മാറാനുള്ള സാധ്യതയുമുണ്ട്. നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യവും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചില വാക്കുകളെ യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ നിന്ന് അത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവായ കാര്യവും സംഭവിച്ചേക്കാം. അതുകൊണ്ടാണ് ദേവീ ദേവതമാരുടെ ശബ്ദം പറയുക, രാമനാമങ്ങൾ ചൊല്ലുക, കൃഷ്ണനാമങ്ങൾ ചൊല്ലുക, നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ നാമങ്ങൾ ചൊല്ലുക. അതും ഒരു തരത്തിൽ മാനിഫെസ്റ്റേഷനാണ്. അവരെ നിങ്ങൾ വിളിക്കുകയാണ്, ആവാഹിക്കുകയാണ്. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, എല്ലാത്തിൻ്റെയും അർത്ഥം അറിയുക എന്നത് വലിയൊരു കാര്യമാക്കണ്ട. അർത്ഥം അറിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താം. നമ്മൾ മനസ്സിലാക്കുകയാണ്, ഇതാണ് ഇതിൻ്റെ അർത്ഥം, ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി നമുക്ക് അതിനോട് അടുപ്പം വരും. വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതിനെ അങ്ങനെ പറയാൻ പഠിപ്പിക്കും. നമ്മൾ അമ്മ എന്ന് വിളിക്കാൻ പഠിച്ചത് അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടല്ല. അത് എഴുതാനും പഠിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെ വിളിക്കുകയാണ്. നമുക്കത് പറഞ്ഞു തന്നു, നമ്മളത് വിളിക്കുകയാണ്. അതുപോലെ നമ്മൾ ഭക്തിയിൽ എത്രമാത്രം നിഷ്കളങ്കരായിട്ട് വിനയാന്വിതരായിട്ട് അവരുടെ ചരണങ്ങളിൽ നമ്മളെ സമർപ്പിക്കുന്നുവോ, നമ്മുടെ ഈഗോ ആണ് സമർപ്പിക്കേണ്ടത്, ഭാവത്തെയാണ് സമർപ്പിക്കേണ്ടത്. ആ സമയത്ത് അവർ നമ്മളെ തന്നെ ഉയർത്തും. നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാരും വരും. ഇതൊക്കെ ഇന്നതാണ്, ഇന്നതിൻ്റെ അർത്ഥം, ഇങ്ങനെ ചെയ്യണം, ഈ സമയത്ത് എണീക്കണം, ഇത്ര സമയം ഇത് ചെയ്താൽ ഇന്ന ഫലമുണ്ട്. അപ്പോൾ നേരത്തെ നമ്മുടെ ആചാര്യന്മാരും നമ്മുടെ പൂർവികരും ഒക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതിനെ പറ്റിയും, നമ്മൾ ആ സമയത്ത് നാമം ജപിക്കുന്നതിനെ പറ്റിയൊക്കെ. നമ്മൾ കുറേ ആൾക്കാർ ഗായത്രി മന്ത്രത്തെ പറ്റിയും ചോദിക്കും. ഗായത്രി മന്ത്രം അഥവാ നിങ്ങൾ ചൊല്ലുന്നൊരു വ്യക്തിയാണെങ്കിലും ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചുണ്ടുകൾ അടച്ചു പിടിച്ചിട്ട് മൗനമായിട്ട് ഇരുന്ന് ചൊല്ലുകയാണ് വേണ്ടത്. അത് ഉറക്കെ ചൊല്ലാൻ പാടില്ലാത്ത മന്ത്രമാണ്. പൊതുവെ മന്ത്രങ്ങൾ എന്നത് ഉറക്കെ ചൊല്ലാൻ പാടില്ല. നാമസങ്കീർത്തനം നടത്താം. ശ്രീരാമനാമമാണെങ്കിലും ശ്രീകൃഷ്ണനാമ സങ്കീർത്തനമാണെങ്കിലും നാമസങ്കീർത്തനങ്ങൾ നടത്താം. അല്ലെങ്കിൽ മന്ത്രത്തിന് അർഹതപ്പെട്ട നിയോഗിക്കപ്പെട്ട ആൾക്കാരുണ്ട്, യജ്ഞങ്ങൾ ചെയ്യുന്നവരുണ്ട്, വിധിപ്രകാരം ജീവിതം നയിച്ച് നിഷ്ഠകൾ പാലിച്ച് ജീവിക്കുന്നവരുണ്ട്. അവർക്ക് അധികാരപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. സാധാരണക്കാർക്ക് നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളും മറ്റും ഒക്കെ നല്ല രീതിയിലൊക്കെ വരാൻ വേണ്ടിയിട്ടും ഒരു പ്രാർത്ഥന എന്ന രീതിയിലൊക്കെ നമ്മൾ സാധാരണ നാമം ജപിക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൂടാതെ നമ്മൾ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ, ഗായത്രി മന്ത്രമൊക്കെ ചൊല്ലുന്നവരാണെങ്കിൽ അത് ഇതുപോലെ മൗനമായിട്ട് ചൊല്ലുക. നിങ്ങൾ ജപിക്കുന്ന മാല മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക, കാണിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കൊടുക്കാനോ തൊടാനോ അനുവദിക്കാതിരിക്കുക. ഇൻ കേസ് മറ്റൊരാൾ തൊട്ട് കഴിഞ്ഞാൽ അതിനെ ശുദ്ധമാക്കുക, പവിത്രമാക്കുക. അതുപോലെ ശിവനാമങ്ങളൊക്കെ നിങ്ങൾക്ക് രുദ്രാക്ഷ മാലയിൽ ജപിക്കാവുന്നതാണ്. ശ്രീകൃഷ്ണ ഭക്തരാണെങ്കിൽ തുളസി മാലയിൽ ജപിക്കാവുന്നതാണ്. അതുപോലെ ഈ മന്ത്രങ്ങളോടൊക്കെ താല്പര്യം വരണമെങ്കിലും നിങ്ങളുടെ 5-ാം ഭാവം, അഷ്ടമഭാവം, 12-ാം ഭാവം, ഇതിലൊക്കെ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഗ്രഹങ്ങൾ ഒന്നുകിൽ ഇരിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ഈ ഭാവങ്ങളുടെ അധിപന്മാർ ബലമുള്ളതായിരിക്കും, ഈ ഭാവങ്ങൾ ആക്ടിവേറ്റ് ആയിരിക്കും. കൂടാതെ കേതുവും ആക്ടിവേറ്റ് ആയിരിക്കും. അതായത് നാച്ചുറൽ സോഡിയാക്കിലെ വൃശ്ചികം, മീനം, ചിങ്ങം ഈ രാശിയാണ്. കാരണം ചിങ്ങം എന്നത് വലിയ വിദ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള രാശിയാണ് ചിങ്ങം എന്നത്. അപ്പോൾ സൂര്യനാരായണനാണ് ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു ദേവത എന്നത്. ഭഗവാൻ സൂര്യനാരായണൻ്റെ ഒരു അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് ഒരു മന്ത്രവും ചൊല്ലാനും കഴിയില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ആധ്യാത്മികത എളുപ്പമൊന്നും വരില്ല. ഭഗവാൻ സൂര്യനാരായണൻ തന്നെ അനുഗ്രഹിക്കണം അതിന്. അപ്പോൾ ആ 5-ാം ഭാവം ചിങ്ങം എന്ന ഒരു രാശി അല്ലെങ്കിൽ 5-ാം ഭാവം നമ്മുടേത് വളരെയധികം പ്രോമിനൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ മന്ത്രങ്ങളോടൊക്കെ ഒരു ഇഷ്ടം തന്നെ ഉണ്ടാവുകയുള്ളൂ. നാമങ്ങളോടാണെങ്കിലും നാമങ്ങൾ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ്. പക്ഷെ മന്ത്രങ്ങൾ അങ്ങനെയല്ല. മന്ത്രങ്ങൾ നമ്മുടെ ഒരു ആത്മാവ് പോലെയാണ്. കാരണം സൂര്യൻ ആത്മാവിനെ കൂടി സൂചിപ്പിക്കുന്നു. അപ്പോൾ അത് ലഭിക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള, അതായത് ആ ഗുരു വന്നത് തരണമെങ്കിൽ, ഒരു ദീക്ഷ നൽകണമെങ്കിൽ, നിങ്ങൾക്ക് അഥവാ ഒരു ഓൺലൈനായിട്ടൊരു ആൾ വന്ന് പറഞ്ഞു തരണമെങ്കിലും അതിൻ്റെ പുണ്യം നിങ്ങളിൽ ഉണ്ടാകണം. നിങ്ങൾക്ക് സ്തോത്രങ്ങളും കവചങ്ങളും ഒക്കെ എപ്പോഴും വായിക്കാൻ ഇഷ്ടമാണ്, ചൊല്ലാൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊന്നും യാതൊരു തടസ്സവുമില്ല. സാധാരണ രീതിയിൽ ചൊല്ലാവുന്നതാണെല്ലാം. പക്ഷെ ആഗ്രഹം വയ്ക്കരുത്, ഇന്ന ദേവതയെ പ്രാപിക്കണം, ഇന്ന ദേവതയുടെ ദർശനം വേണം, അതുപോലെ എൻ്റെ കുടുംബത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കണം. അതായത് നമ്മൾ ആ ചരണങ്ങളിലാണ്. അവർക്ക് നമ്മളെ അനുഗ്രഹിക്കണം എന്ന് തോന്നുന്നൊരു സമയമുണ്ടെങ്കിൽ അതെപ്പോഴാണ്?
അന്ന് വരെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ സമർപ്പണം എന്നത്. അപ്പോൾ നിങ്ങൾ ഏത് രാജ്യത്ത് താമസിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, ഇതൊന്നും ഭക്തിയിൽ പ്രശ്നമല്ല. ഭക്തിയിൽ ജ്ഞാനമാണ്, നമ്മുടെ കാഴ്ചപ്പാടാണ്. അതുപോലെ ഭക്തിമാർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തുളസി മാല അണിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമ്മൾ ഒരുപാട് ശുദ്ധീകരിക്കുന്നത് നമ്മുടെ വാക്കുകളെ, നമ്മുടെ സംസാരത്തെ ആണെങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് തോട്ടിനെ ആണെങ്കിലും ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ ഈ തുളസി മാലയ്ക്ക് കഴിവുണ്ട്. കഴുത്തിൽ അണിയുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്തരം നോൺ വെജും കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരവും. കഴിവതും താമസികമായിട്ടുള്ള ആഹാരങ്ങൾ, കൃഷ്ണഭക്തരാണെങ്കിൽ രാമഭക്തരാണെങ്കിൽ താമസികമായിട്ടുള്ള ആഹാരങ്ങൾ, രജോ തമോ ഗുണങ്ങൾ അടങ്ങിയ ആഹാര സാധനങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതാണ് ഈ വെളുത്തുള്ളി, ഉള്ളി എന്ന് പറയുന്ന സാധനങ്ങളും മറ്റ് നോൺ വെജ് സാധനങ്ങൾ തീർച്ചയായിട്ടും രജോ തമോ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. അതേസമയം ഉഗ്രദൈവങ്ങളെ ആരാധിക്കുന്നവർക്ക് രജോ തമോ ഗുണങ്ങൾ അടങ്ങിയ ആഹാരങ്ങൾ ഒഴിവാക്കണമെന്നില്ല. എന്നിരുന്നാലും നോൺ വെജ് ഒഴിവാക്കുന്നത് നല്ലത് തന്നെയാണ്. സാത്വികമായിട്ടുള്ള ആരാധന നമ്മൾ നടത്തുമ്പോൾ അവിടെ നമ്മൾ കഴിയുന്നതും രജോ തമോ ഗുണങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കിയാൽ, പ്രത്യേകിച്ച് നമ്മൾ മുക്തിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നല്ലത് തന്നെയാണ്. അപ്പോൾ രജോ തമോ ഗുണങ്ങൾ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചിട്ടും അതുപോലെ ദേവതമാർക്ക് സമർപ്പിച്ചിട്ടും ഒക്കെ സാധന ചെയ്യുന്നവരുമുണ്ട്. അവരുടെ ഉദ്ദേശ്യങ്ങൾ മറ്റൊന്നാണ്. ചില ആൾക്കാർ അവരുടെ താന്ത്രിക ശക്തി കൊണ്ടും മറ്റുള്ളവരുടെ ദുഃഖങ്ങളും നശിപ്പിക്കുന്നുണ്ട്. സാത്വികമായിട്ടുള്ള രീതിയിലും നമുക്ക് ഭഗവതിയെ ആരാധിക്കാവുന്നതാണ്, നരസിംഹമൂർത്തിയെ ആരാധിക്കാവുന്നതാണ്. നിങ്ങളുടെ തന്നെ കുലദൈവങ്ങൾ നരസിംഹമൂർത്തിയും ഭദ്രകാളിയും ഒക്കെ ഉണ്ടാകും. നിങ്ങൾക്കും സാത്വികമായിട്ടുള്ള രീതിയിൽ ആരാധിക്കാവുന്നതാണ്. അതിൽ എപ്പോഴും നമ്മൾ രജോ തമോ ഗുണങ്ങളുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം എന്നില്ല. അപ്പോൾ എത്രമാത്രം രജോ തമോ ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നുവോ അത്രയും പവിത്രത നമുക്ക് വന്നു ചേരും. നമ്മുടെ ശരീരം ഒരു യന്ത്രമാണ്. ആ യന്ത്രത്തിൻ്റെ പവിത്രത എന്നത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനം ബ്രഹ്മചര്യമാണ്. ഈ ബ്രഹ്മചര്യത്തിൽ ഗൃഹസ്ഥാശ്രമത്തിൽ കഴിയുന്ന ആൾക്കാരുടെ ബ്രഹ്മചര്യം എന്നത് വളരെ ലിമിറ്റഡായിട്ടുള്ള രീതിയിൽ ആ കർമ്മം കൂടി, ജീവിത പങ്കാളിയോടൊപ്പമുള്ള കർമ്മം കൂടി ദേവതയ്ക്കായി സമർപ്പിച്ചിട്ട്, മനസ്സുകൊണ്ട് സമർപ്പിച്ചിട്ട്, ഈ ആനന്ദവും ദേവിക്കാണ്, ഈ ആനന്ദവും അങ്ങേക്കാണ് എന്ന് സമർപ്പിച്ചിട്ട് ചെയ്യുമ്പോൾ അത് ബ്രഹ്മചര്യം തന്നെയാണ്. ചില ഹോമങ്ങളിൽ, ചില യജ്ഞങ്ങളിൽ വിവാഹം കഴിഞ്ഞവർക്ക് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ എന്നുമുണ്ട്. നമുക്കറിയാം, ഭഗവാൻ ശ്രീരാമൻ സീതാദേവിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടാണ് യജ്ഞം നടത്തിയത്. അപ്പോൾ ചില യാഗങ്ങളിൽ അങ്ങനെയാണ്. അതായത് ജീവിത പങ്കാളി കൂടെ ഇരിക്കണം. അവിടെയുള്ള ആ ഒരു ദാമ്പത്യം എന്ന കാര്യത്തിൽ ലസ്റ്റില്ല. അവിടെ പരസ്പരം ബഹുമാനവും പരസ്പരം ഭക്തിയാണ്, പരസ്പരം സമർപ്പണമാണ്. അതുപോലെ അതിന് എല്ലാത്തിനും ഒരു നിയന്ത്രണമുണ്ട്. അപ്പോൾ കുടുംബജീവിതത്തിലും നിങ്ങൾക്ക് ഭക്തിയോടെ ഉഗ്രദൈവങ്ങളെയും ആരാധിക്കാവുന്നതാണ്. എല്ലാത്തിനും ഒരു നിയന്ത്രണമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ജീവിത പങ്കാളിയെ കിട്ടണമെങ്കിലും പുണ്യം തന്നെ വേണം. അപ്പോൾ എല്ലാ തരത്തിലും ഭക്തിമാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നവർക്ക് ഈ 3 എപ്പിസോഡുകളും ഞാൻ സമർപ്പിക്കുകയാണ്. 3 തവണയായിട്ട് ചെയ്തത്. പലരും പലപ്പോഴായി ഇമെയിലിലൂടെയും കമൻറ്റിലൂടെയും ആവശ്യപ്പെട്ടതാണ്. എൻ്റെ പരിമിതമായിട്ടുള്ള അറിവുകൾ വെച്ചിട്ടാണ് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുള്ളതും. ഇതിൽ വന്നു ചേർന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ് പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞത്. ഇനിയും ഒരുപക്ഷെ മറ്റു രൂപങ്ങളെപ്പറ്റി ഭഗവതി പറയാൻ വേണ്ടി എന്നെ നിയോഗിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതും വരാൻ സാധ്യതയുണ്ട്. എന്തായാലും വീഡിയോ ക്ഷമയോടുകൂടി അവസാനം വരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇതുവരെ കണ്ട എല്ലാവർക്കും സകല ഐശ്വര്യങ്ങളും തന്ന് ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.